ഇനി കോഴിക്കോട് രാമനാട്ടുകരയിലേക്കാണ്. അവിടെയും നഗരസഭയുടെ ഒരു കെട്ടിടമുണ്ട്. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. നിഖിൽ പ്രമേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഇത് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ്, ഗുഡ് ഈവനിങ്. ഓഫീസുകളെന്ന് മാത്രമല്ല, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, ഇതൊരു കൊമേഴ്ഷ്യൽ കെട്ടിടമാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അതായത് രാമനാട്ടുകര നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതായത് ടെക്സ്റ്റൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ 2 ടെക്സ്റ്റൈൽസ് ഉണ്ട്. മുകളിൽ ഈ കെട്ടിടത്തിൻ്റെ 1ാം നിലയിൽ തന്നെ BSNLന്റെ എക്സ്ചേഞ്ച് ആണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം. ആ ഓഫീസിനകത്തൊക്കെയുള്ള സാഹചര്യം വളരെ ദുസ്സഹമാണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇതിൻ്റെ ഈ കോൺക്രീറ്റ് പാളികൾ ഇങ്ങനെ അടർന്നു വീഴുന്നത് ഒരു പതിവാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഈ കോൺക്രീറ്റിന് ഉപയോഗിച്ച കമ്പികൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കെട്ടിടത്തിന് കേവലം 34 വർഷങ്ങളുടെ പഴക്കം മാത്രമാണുള്ളത്. അന്ന് ഏതാണ്ട് 34 വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന ഗ്രാമവികസന ബോർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരുന്നത്. പക്ഷെ അന്ന് തന്നെ ഈ കെട്ടിടത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ചോർച്ചയുണ്ടായിരുന്നു. ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഒരുപക്ഷെ നിർമ്മാണത്തിലെ അപാകതയായിരിക്കും ഇതിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഇതുവരെ നഗരസഭ ഈ കെട്ടിടം ഒന്ന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ടോ മറ്റോ വകയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കാണേണ്ടത് അതാണ്. നിരവധി ആളുകൾ രാമനാട്ടുകര പ്രധാനപ്പെട്ട പാതയോട് ചേർന്നാണ് ഈ കെട്ടിടം ഇരിക്കുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ അടർന്നു വീഴുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും നിലവിലത്തെ സാഹചര്യത്തിലും നഗരസഭ ഒരു ഫണ്ട് ഇതുവരെ വകയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് രാമനാട്ടുകര നഗരസഭയിലെ പ്രതിപക്ഷത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. എന്താണ് ഈ കെട്ടിടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? കെട്ടിടത്തിൻ്റെ അവസ്ഥ നമുക്ക് നോക്കിയാൽ തന്നെ കാണാമല്ലോ. ഏതൊരു പിഞ്ചു കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കെട്ടിടത്തിൻ്റെ അവസ്ഥ. ഇത് ഏകദേശം ഒരു 10 വർഷമായി ഇതിൻ്റെ മുകളിൽ വലിയ ചോർച്ചയാണ്. ഈ കെട്ടിടത്തിന് വളരെ ചോർച്ച ആയതുകൊണ്ടാണ് ഇപ്പോൾ മുകളിൽ നമ്മൾ അയൺ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇത് ആൾക്കാർ ചെയ്തിട്ടുള്ളത്. അതിന്നിട്ടും ചോർന്നൊലിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് കച്ചവടം ചെയ്യുന്ന ജീവനക്കാരുടെ സ്ഥിതി വളരെ പരിതാപകരമല്ലേ? ഏത് സമയത്ത് എന്ത് സംഭവിക്കാം? ഇത് 2005 എനിക്ക് ഓർമ്മ വരുന്നത്, 2005 നമ്മുടെ ജനകീയാസൂത്രണം വരുന്ന സമയത്ത് ഈ രാമനാട്ടുകരയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കമ്മ്യൂണിറ്റി ഹാള് ഉണ്ടാക്കുന്നതിന് വേണ്ടി 90 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. പക്ഷെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഇവിടെ മാർക്കറ്റിനകത്തുള്ള ചില കച്ചവടക്കാരെ കൂടെ പിടിച്ചിട്ട് ഇവിടുത്തെ UDFൻ്റെ ആളുകൾ കോടതിയിൽ പോകും. അപ്പോൾ എന്നാൽ ഒരു അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവർ തയ്യാറാവില്ല എന്ന് പറയാൻ വെച്ചാൽ ഇത് നല്ലൊരു ബിനാമി ഇടപാടാണ്. ഈ കെട്ടിടം വാടകയ്ക്കെടുത്ത ആളുകളല്ല ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ നിന്ന് മേൽവാടക എടുക്കുകയാണ്. അപ്പോൾ മേൽവാടക വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു കമ്മീഷൻ കിട്ടും. അതിൻ്റെ ഒരു പങ്ക് മുനിസിപ്പാലിറ്റിയിലെ ഭരണാധികാരികൾക്കും കിട്ടുമെന്നാണ് ഞങ്ങൾ സംശയിക്കപ്പെടുന്നത്. നിരവധി തവണ ഈ കാര്യം ഞങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും മേലധികാരിയുടെയും ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിനാണ് പ്രധാനമായിട്ടും ആകെ നമുക്ക് കാണുമ്പോഴേ കമ്പി തന്നെ പുറത്തേക്ക് ഇങ്ങനെ ചാടിയിട്ട് ഒരു വലിയ അപകട സാധ്യതയുണ്ട്. ഷട്ടർ നോക്കുമ്പോൾ ഇതിൻ്റെ ഷട്ടർ ഉണ്ട്, ആകെ തുരുമ്പ് പിടിച്ച് ഇനി ഒന്ന് പൊക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ ആളുകൾ ഇത് കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, എന്തൊരു സുരക്ഷിതത്വമാണ് ഇവർക്കുള്ളത്. ഇത് നാളെ ഒരു അപകടാവസ്ഥ വന്നാൽ ഗവൺമെൻറ് പേരിലാണ് പണി ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇത് അധികാരികൾ അടിയന്തരമായിട്ട് ശ്രദ്ധ മുകളിൽ പണ്ട് ഇത് BSNLന്റെ എക്സ്ചേഞ്ച് ആണെന്ന് പറഞ്ഞു. ഇതിന് മുകളിൽ നേരത്തെ ഒരു ടവർ ഉണ്ടായിരുന്നു. അത് ഈ അപകട സാധ്യതയെ തുടർന്ന് ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് പൊളിച്ച് ഈ ടവർ പൊളിച്ച് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇവിടെ നിൽക്കുന്നത് അവർ വളരെ പേടിച്ചിട്ടാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. വലിയൊരു പേടിപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലുള്ളത്. പക്ഷേ ഈ കെട്ടിടം എന്ന് പറയുന്നത് രാമനാട്ടുകര നഗരത്തിൽ തന്നെയാണ്. രാമനാട്ടുകര എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക ഇടമാണ്. ആ രാമനാട്ടുകരയിലാണ് ഇത്തരത്തിലുള്ള ഒരു കെട്ടിടം നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഏത് നിമിഷവും തകർന്നു വീഴാമെന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഒരുപക്ഷെ ഈ മഴക്കാലത്ത് അതിജീവിക്കാൻ ഈ കെട്ടിടത്തിന് കഴിയുമോ എന്ന് നമുക്കിത് കാണുമ്പോൾ തോന്നും. അത്രമേൽ ഭീതിതമാണ് ഇവിടുത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ, ഇപ്പോൾ ഈ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെ വലിയ ആശങ്കയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഓരോ നിമിഷവും അവരെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടം തകർന്നു വീഴുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഭരണസമിതി ഇതിനൊരു ഫണ്ട് വെച്ച് മറ്റൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാറാത്തത്? ഈ ഭരണസമിതിയുടെ ഒരു ഇച്ഛാശക്തി ഇല്ലായ്മയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, രാമനാട്ടുകര മുനിസിപ്പാലിറ്റി നിലവിൽ വരുന്നത് 2015 ആ 2015 രാമനാട്ടുകര മുനിസിപ്പാലിറ്റി നിലവിൽ വന്നു. 2020 അവസാനമാകുമ്പോഴേക്കും രാമനാട്ടുകര ഒരു മുനിസിപ്പൽ കെട്ടിടത്തിന് വേണ്ടി കിഫ്ബിയിൽ നിന്ന് ഏകദേശം 14 കോടിയോളം രൂപ വകയിരുത്തി ഒരു കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടി പോവാണ്. അതിന് ഉദ്ഘാടനത്തിന് ദിവസം കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വളരെ നന്ദി. ഇത് രാമനാട്ടുകര ഹൃദയഭാഗത്ത് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. രാമനാട്ടിൻ്റെ ഹൃദയമാണത്.
രാമനാട്ടുകരയുടെ ഹൃദയമാണിത്. ആ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഒരു കെട്ടിടത്തിൽ തീരെ ശ്രദ്ധയും അത് നന്നാക്കി പുതുക്കി പണിത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ, കച്ചവടക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റി തീർക്കുക എന്നുള്ള ഒരു ഇച്ഛാശക്തി ഇവിടുത്തെ ഭരണാധികാരികൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഈ ഒരു ദുരവസ്ഥയിലേക്ക്. ഇതിന്റെ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം എന്തെന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് ഇവിടെ ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽസ് ഒക്കെയാണ്, അതിന് മുകളിൽ എക്സ്ചേഞ്ച് ആണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് മത്സ്യ മാർക്കറ്റാണ്. മത്സ്യ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് അധികം ആളുകൾ വന്നു പോകുന്ന ഇടമാണ്. ദൈനംദിനം ഒരുപാട് ആൾ. അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റേ മത്സ്യമാംസം എന്ന് പറഞ്ഞാൽ കോഴിപ്പീടികയുണ്ട്, അതുപോലെ തന്നെ ആട് മാട് വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്, ഗ്രോസറി ഷോപ്പുണ്ട്, വെജിറ്റബിൾ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ പെട്ടി വെച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ വളരെ സുരക്ഷിതമില്ലാത്ത അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റിയാണ് ഈ ഭാഗത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. 2025 മാർച്ച് മാസത്തോടു കൂടി ഇതിൻ്റെ കരാർ അവസാനിച്ചതാണ്. ആ കരാർ ഒന്ന് പുതുക്കാൻ പോലും മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കുന്ന. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ? ഫിറ്റ്നസ് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിറ്റ്നസ് കൊടുക്കേണ്ട അധികാരികളാണല്ലോ അവിടെ ഇരിക്കുന്നത്. അവരിനെ തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഫിറ്റ്നസ് ഇതിനൊക്കെ എങ്ങനെ ഫിറ്റ്നസ് കൊടുക്കുക? നിങ്ങൾ നോക്കുക, ഇപ്പോൾ നമുക്ക് ഇരുമ്പ് പോലും കാണാനില്ല. ഈ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ ഇരുമ്പ് കമ്പി പോലും കാണാം, അത് മുഴുവൻ ദ്രവിച്ചു പോയി. പിന്നെ ഈ കെട്ടിടത്തിന് എന്ത് ഫിറ്റ്നസ്സാണ് ഉണ്ടാവുക? ഏതായാലും ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ഇതിനകത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് മാത്രമല്ല, ഇതിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകൾക്കും ഒരു സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിന് അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ്, ഒരു അപകടം ഉണ്ടായ ശേഷം, ഇപ്പോൾ നമ്മൾ കോട്ടയത്തൊക്കെ കണ്ടതുപോലെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം ആകരുത് അക്കാര്യത്തിൽ ഇടപെടൽ ഒക്കെ ഉണ്ടാകേണ്ടത്. അതിന് മുൻപ് തന്നെ ഈ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം, ഇത്രയധികം ആളുകൾ വന്നു പോകുന്ന കെട്ടിടം എന്നുള്ള നിലയ്ക്ക് ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് രാമനാട്ടുകരയിലെ ആളുകൾ, നാട്ടുകാർ ഉന്നയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേശാണ് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, അതുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ ഉയരുന്നത്.